സോ ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ രണ്ടാമത്തെ രീതിയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനായിട്ട് തന്നേക്കുന്ന തുക സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തി തന്നെ കാണിക്കുന്നു. അതായത് ഓരോ വർഷത്തെയും പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും സെപ്പറേറ്റ് ചെയ്ത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷനായിട്ട് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ കറണ്ട് ഇയറിലെ ഇൻകം രേഖപ്പെടുത്തുന്നത് നോക്കാം. കൂടാതെ മറ്റെന്തൊക്കെയാണ് അതിനകത്ത് നടത്തേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ഫസ്റ്റ് അപ്രോച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ രേഖപ്പെടുത്തി തന്നേക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കറണ്ട് ഇയറിലെ ഇൻകം മാത്രം അതിനകത്ത് നിന്ന് എടുത്തിട്ട് അതിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് രേഖപ്പെടുത്തി കാണിക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ദ ഇയർ എൻഡിങ് ഡേറ്റ് ഈസ് 31st March 2015. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. സോ ഹിയർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1/4/2014 ടു 31st March 2015. ശരിയാണല്ലോ? ഇപ്പോൾ 2014-15 എന്ന് പറയുന്ന കാലയളവാണ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ we can identify the current year income from subscription which is given in the receipts and payments account. 2014-15 30,000 രൂപയാണ് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിലുള്ള ഇൻകം ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 30,000 rupees കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകം തന്നെയാണ്. അതിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി കാണിക്കേണ്ടതായിട്ട് വരും. സോ ഈ 30,000 rupees എന്ന് പറയുന്നത് ഈ വർഷം അതായത് 2014-15 സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് റിസീവ് ചെയ്ത തുകയായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 2013-14 ഒരു 7,000 rupees കാണിക്കുന്നത് ഈ വർഷം റിസീവ് ചെയ്തതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർഷം പ്രീവിയസ് ഇയറിലെ ഒരു 7,000 രൂപയും കൂടി ഈ വർഷം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് തന്നെ അവർ പറയുന്നുണ്ട്. ഇറ്റ് ബിലോങ്സ് ടു 2013-14. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 2015-16 ഒരു 5,000 കൂടി രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ആ എമൗണ്ട് എന്തിനാ സൂചിപ്പിക്കുന്നു? ഇറ്റ് ഡിനോട്ട്സ് ദ സബ്സ്ക്രിപ്ഷൻ ഫോർ ദ നെക്സ്റ്റ് ഇയർ. ദാറ്റ് ഈസ് ഇറ്റ് ഡിനോട്ട്സ് ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. 14-15 അടുത്ത വർഷത്തേക്കുള്ളത് നമ്മൾ മുൻകൂർ മേടിച്ചതായിട്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സൂചിപ്പിക്കുന്നത്. 5,000 രൂപ അടുത്ത വർഷത്തെ ഇൻകം കൂടി നമ്മൾ ഈ വർഷം മുൻകൂർ കൈപ്പറ്റിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ 2015-16. അപ്പം ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനെ രേഖപ്പെടുത്തി കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ടോട്ടൽ 42,000 rupees വന്നേക്കുന്നത്. കഴിഞ്ഞ മെത്തേഡിൽ ഓർക്കുക 42,000 എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒറ്റ പേരിൽ മാത്രമേ തന്നിരുന്നുള്ളൂ. അവിടെ നമ്മൾ ഓരോ വർഷത്തെയും അഡ്ജസ്റ്റ്മെന്റിൽ നിന്നും കണ്ടെത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് രേഖപ്പെടുത്തേണ്ട തുക കണ്ടെത്തേണ്ടി വന്നത്. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തതിനെ തരുന്നതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഐഡന്റിഫിക്കേഷൻ എളുപ്പമായിട്ട് കാണുന്നുണ്ട്. ഈ വർഷത്തെ എത്രയാ, പ്രീവിയസ് ഇയറിലെ എത്രയാണ്, നെക്സ്റ്റ് ഇയറിലെ എത്രയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ തന്നേക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ബാക്കി രേഖപ്പെടുത്തലുകൾ നടത്താനും. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് എന്താ നോക്കി, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2014. അപ്പോൾ ആലോചിക്കുക, കറണ്ട് ഇയറിലെ ഡേറ്റ് നമ്മുടെ മനസ്സിലുണ്ട്, കറണ്ട് ഇയറിലെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും നമ്മുടെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഈ ഡേറ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. 31st March 2014 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഡേറ്റ് അല്ലെ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിന് തുല്യമാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് 8,500 ഡിനോട്ട്സ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ 2013-14. ക്ലിയർ ആയല്ലോ? 31st March 2014 തന്നേക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്, ദാറ്റ് ഈസ് 1/4/2014 തുല്യം തന്നെയാണ് തൊട്ട് തലേ ദിവസത്തെ
ക്ലോസിംഗ് ഡേറ്റിലുള്ള ഈ ഫിഗർ എന്ന് പറയുന്നത് 31/3/2014. സോ ഇറ്റ് ബിലോങ്സ് ടു പ്രീവിയസ് ഇയർ. ക്ലിയർ ആണ് അല്ലേ? ദെൻ ആ 8,500 കിട്ടാനുള്ളതിൽ നിന്നാണ് ഈ വർഷം നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? 7,000 രൂപ റിസീവ് ചെയ്തതായിട്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടേണ്ട കുടിശ്ശിക 8,500 ഉണ്ടായിരുന്നു. അതിൽ ഈ വർഷം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സൈഡിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ആ കിട്ടേണ്ട 8,500 നിന്നും 7,000 രൂപ നമുക്ക് ഓൾറെഡി റിസീവ് ചെയ്തു കഴിഞ്ഞു, ഈ വർഷം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഈ വർഷത്തെ ഇൻകം അല്ല, ഈ വർഷം അത് കിട്ടിക്കഴിഞ്ഞു. ആ ഇനത്തിൽ ഇനിയും നമുക്ക് ബാക്കി നിൽക്കുന്നത് 8,500 നിന്നും കിട്ടിയ 7,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 1,500 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് പക്ഷെ ഏത് വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? പ്രീവിയസ് ഇയറിലെ കുടിശ്ശികയിൽ ബാക്കിയാണ്. ദാറ്റ് ഈസ് 2013-14 കുടിശ്ശികയിൽ ബാക്കി 1,500 കൂടി ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിലും നമ്മൾ കാണിച്ചു തന്നെ പോകണം, അസറ്റ് സൈഡിൽ കാണിച്ചു പോകണം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ March 31, 2015 18,500. ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ ഒരു 18,500 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രിപ്ഷനായിട്ട്. സോ അതിനകത്ത് 2 ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ള തുകയിൽ ഈ വർഷം കിട്ടിയതിന് ശേഷം ബാക്കി നിൽക്കുന്ന 1,500 ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചു പോകേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ ഇൻകമായിട്ട് കിട്ടേണ്ട തുകയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 18,500 ഓൾറെഡി നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 1,500 കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ബാക്കിയുള്ള തുകയാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് റിഫ്ലെക്ട്സ് ദ കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ദാറ്റ് ഈസ് 17,000 rupees. ഇല്ലേ? ഇപ്പോൾ 18,500 നിന്ന് 1,500 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 17,000 രൂപ എന്ന് പറയുന്നത് ഈ വർഷത്തെ ഇൻകത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 18,500 നമുക്ക് 2 എമൗണ്ട് ആയിട്ട് പരിഗണിക്കേണ്ടി വരുന്നു. 1,500 കഴിഞ്ഞ വർഷത്തതിൽ ബാക്കിയുള്ള തുകയും ബാക്കി 17,000 രൂപ ഈ വർഷത്തതിൽ കുടിശ്ശികയുള്ള എമൗണ്ടുമാണ്. ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഇതിൽ 17,000 രൂപയാണ് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. നമുക്കറിയാം, കറണ്ട് ഇയറിലെ ഇൻകത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന തുക മാത്രമേ നമ്മൾ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കപ്പെടേണ്ട കാര്യമുള്ളൂ. And that's the third item. It is given as subscription received in advance. Date നോക്കിക്കേ, it is given on 31st March 2014. So identify the date. 31st March 2014 എന്ന് പറഞ്ഞാൽ it is equivalent to the opening date, that is 1/4/2014. So that means the item denotes the received in advance in subscription on the opening date. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കാണുന്ന ഈ തുക 4,000 രൂപ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വർഷത്തെ കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന തുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ബട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ കറണ്ട് ഇയർ. അപ്പോൾ ഈ 4,000 രൂപ ഈ വർഷത്തെ ഇൻകമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് പരിഗണിക്കാം. ഓർക്കേണ്ട ഒരു കാര്യം, സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് തരുന്ന കേസുകളിലെല്ലാം കറണ്ട് ഇയറിലെ തന്നേക്കുന്ന സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം ചേർക്കേണ്ട കറണ്ട് ഇയറിലെ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പ്രീവിയസ് ഇയറിലെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലെ ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങും റിസീവ്ഡ് ഇൻ അഡ്വാൻസും എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. കറണ്ട് ഇയറിലെ ഇൻകവും അതിന്മേലുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങും മറ്റു കാര്യങ്ങളും മാത്രമേ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ നൗ വി വിൽ ലുക്ക് ഹൗ ദ എബോവ് ക്വസ്റ്റ്യൻ ഈസ് റെക്കോർഡഡ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷനായിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്നും എത്ര രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി കാണിക്കണമെന്ന് നമുക്ക് നോക്കാം. So we are preparing an income and expenditure account with incomes on the credit side and expenditure on the debit side. So subscription കറണ്ട് ഇയറിലെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഓർക്കുക, കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. കറണ്ട് ഇയറിൽ കിട്ടിയതും കിട്ടാനുള്ളതുമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബിഗിൻ വിത്ത് 2014-15 being it is the current year. So we are starting the income side of income and expenditure account by recording the amount received during the current year
ടുവേർഡ്സ് 2014-15 ദാറ്റ് ഈസ് 30,000 30,000 രൂപയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വർഷത്തെ ഇൻകമായിട്ട് കണക്കാക്കാവുന്ന 30,000 റുപ്പീസ് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ആ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 30,000 രൂപ നമ്മൾ ആദ്യം തന്നെ പരിഗണിച്ചു. ദെൻ അതിന് ശേഷം അഡ്ജസ്റ്റ്മെന്റിലോട്ട് നോക്കുക. 8,500 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അത് പ്രീവിയസ് ഇയറിലെ 8,500 രൂപയാണ്. അത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയാണ്. സോ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതാണ് പരിഗണിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, 8,500 റുപ്പീസിൽ ഒരു ഹിന്റ് പറയുന്നുണ്ട്. 7,000 റുപ്പീസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഈ വർഷം കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അതിനകത്ത് ബാക്കി 1,500 രൂപ പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്നാണ്. ആ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പരിഗണിക്കേണ്ടത് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വല്ലതും ഉണ്ടോ എന്നാണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയിട്ട് ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള 31/3/2015 തന്നേക്കുന്ന 18,500 എന്ന് പറയുന്ന തുകയിൽ 1,500 രൂപ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സോ ആ എമൗണ്ട് നമുക്ക് ഈ വർഷത്തെ ഇൻകത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് കുറച്ചതിന് ശേഷം ബാക്കി 17,000 രൂപ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നു. മനസ്സിലായല്ലോ? 18,500 രണ്ട് എമൗണ്ടുകൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് 1,500 കഴിഞ്ഞ വർഷ കുടിശ്ശികയിൽ ബാക്കിയും, പിന്നെ ബാക്കി നിൽക്കുന്ന 17,000 രൂപ ഈ വർഷത്തെ കുടിശ്ശികയായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതിൽ 17,000 രൂപ മാത്രം ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആയിട്ട് നമുക്ക് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അക്രൂവൽ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കാണിക്കാം. So now the next adjustment, that is subscription received in advance as on March 31st, 2014, 4,000 രൂപ. ഈ 4,000 രൂപയെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കറണ്ട് ഇയറിലെ ഇൻകമായിട്ട് തന്നെ പരിഗണിക്കാം. ഓപ്പണിംഗ് ഡേറ്റിലുള്ള റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ വർഷത്തെ ഇൻകത്തിനോടൊപ്പം പരിഗണിക്കേണ്ട എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ 4,000 കൂടി നമ്മൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ള പേരിൽ ഈ വർഷത്തെ ഇൻകമായിട്ട് തന്നെ പരിഗണിച്ച് മേൽപ്പറഞ്ഞ ടോട്ടലിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നു. സോ നൗ ദ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഇൻകം ഫോർ ദ കറണ്ട് ഇയർ വിൽ ബിക്കം റിസീവ്ഡിനോടൊപ്പം 17,000 റുപ്പീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള 4,000 രൂപയും കൂടി ഈ വർഷത്തെ ഇൻകമായിട്ട് പരിഗണിച്ച് ദ ടോട്ടൽ ഇൻകം വിൽ ബിക്കം 51,000. So let us have a look into the balance sheet also, how these items are to be recorded in the balance sheet of the current year. നമുക്ക് നോക്കാം. Now we are preparing a balance sheet with assets and liability side. ഇനി നോക്കുക, ഇതിനകത്ത് ചില കാര്യങ്ങൾ അസറ്റ്സിലും ലയബിലിറ്റീസിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, കഴിഞ്ഞ വർഷത്തതിൽ ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ എമൗണ്ടുകൾ എടുത്ത് രേഖപ്പെടുത്താൻ പോവുകയാണ്. സോ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത് 2013-14 കിട്ടാനുള്ള തുകയിൽ നിന്നും ഈ വർഷം ലഭിച്ച 7,000 റുപ്പീസ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള 1,500 രൂപയാണ്. അതായത് 8,500 റുപ്പീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നിടത്ത് 7,000 റുപ്പീസ് ഈ വർഷം റിസീവ് ചെയ്തു. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് is 1,500, which denotes the outstanding amount for the previous year. So it should be shown on the asset side of the balance sheet. ഈ 1,500 ഒരിക്കലും നമുക്ക് ഈ വർഷത്തെ ഇൻകമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. സോ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക കിട്ടുന്നത് വരെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ തന്നെ നിലനിർത്തി പോകേണ്ടതായിട്ട് വരും. ഇനി അതിനോടൊപ്പം നമുക്ക് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും കൂടി നമുക്ക് രേഖപ്പെടുത്താം. സോ അതിനൊരു ഹിന്റ് ഓൾറെഡി നമ്മൾ തന്നു കഴിഞ്ഞു. 1,500 രൂപ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ കൺസോളിഡേറ്റഡ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയിട്ട് തന്നേക്കുന്ന 18,500-ൽ പ്രീവിയസ് ഇയറിൽ 1,500 ഔട്ട്സ്റ്റാൻഡിംഗ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 17,000 രൂപ എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ്. സോ ഇൻ എഫക്റ്റീവ്ലി we have to add that 17,000 rupees also to outstanding subscription for the current year. So 17,000 rupees plus 1,500
will become the total outstanding amount of 18,500 rupees. സോ ഈ രീതിയിൽ തന്നെ 18,500 ക്ലോസിംഗ് ഡേറ്റിലുള്ള ഫിഗർ ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി ആയിട്ട് കാണിക്കാൻ തക്കതായിട്ടുള്ള തുക ഏതാണെന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെസീപ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2015-16 ഒരു 5,000 രൂപ കൂടി ഈ വർഷം റിസീവ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദാറ്റ് ബിലോങ്സ് ടു ദ നെക്സ്റ്റ് ഇയർ. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വർഷം നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ഇൻകം ആയിട്ടുള്ള ഒരു 5,000 കൂടി മുൻകൂർ കൈപ്പറ്റിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ടിരുന്ന ഇൻകം ഈ വർഷം നമ്മൾ മുൻകൂർ മേടിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് അടുത്ത വർഷം അത് ഡ്യൂ ആകുന്നത് വരെ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള പേരിൽ കാണിക്കേണ്ടതായിട്ട് വരും. സോ ആ 5,000 ലയബിലിറ്റി സൈഡിൽ എമൗണ്ട് കോളത്തിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് കാണിക്കുക, ബിലോങ്ങിങ് ടു ദ ഇയർ 2015-16, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഇയർ. സോ ഈ രീതിയിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട കറണ്ട് ഇയർ ഇൻകം ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. അതിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 3 മെത്തേഡുകൾ പരിഗണിച്ചു. 1 സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിലൂടെയും, 2 അക്കൗണ്ട് ഫോർമാറ്റിലൂടെയും, 3 ഇക്വേഷൻ ഫോർമാറ്റിലൂടെയും. 3ലും നമ്മുടെ റിസൾട്ട് സെയിം തന്നെയാണ്, നമ്മുടെ അപ്രോച്ചിന് മാത്രമേ മാറ്റുള്ളൂ. 1 സ്റ്റേറ്റ്മെന്റ് വരച്ച് കണ്ടുപിടിക്കുന്നു, 2 അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കുന്നു, 3-മതായിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കുന്നു. സോ അതിൻ്റെ റിസൾട്ടായിട്ട് കണ്ടെത്തിയ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കേണ്ടതും. പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും ഔട്ട്സ്റ്റാൻഡിങ്ങുമായിട്ടോ അഡ്വാൻസുമായിട്ടോ ബന്ധപ്പെട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കുകയും വേണം. So hope you have understood the adjustments properly. Okay? Thank you. So students, hope you enjoyed the session. ഈ 2 മെത്തേഡുകളെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അക്കൗണ്ട്സ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ബാലൻസ് ഷീറ്റിലോട്ട് കടക്കാം. അതും കൂടി കഴിയുമ്പോൾ അതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ഈസ് ദ പാർട്ട്ണർഷിപ്പ് ചാപ്റ്റർ. അത് നമുക്ക് ഉടൻ തന്നെ അതിനകത്തോട്ട് കയറാം. പിന്നെ നമുക്ക് അക്കൗണ്ടൻസിയുടെ പ്രാക്ടിക്കൽ സൈഡും കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി കവർ ചെയ്യാൻ കിടക്കുകയാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ പഠന രീതി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ആ ഏരിയയിലോട്ട് കടക്കാൻ സാധിക്കും. സോ വി വിൽ മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. സ്റ്റേ സേഫ്.